സഭ ശ്രദ്ധയോടുകൂടെ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? ആമേൻ. ശത്രുക്കൾക്കുണ്ടായിരുന്ന പ്രതീക്ഷയിൽ നിന്ന് ദൈവം വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ശത്രുക്കൾക്ക് ചില പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഹെരോദാവിന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പത്രോസിനെ കുറിച്ച്. ആമേൻ. അടുത്ത ദിവസം കൊന്നിട്ട് എനിക്ക് എല്ലാവരുടെയും ഇടയിലുള്ള സ്ഥാനം ഒന്ന് ഉറപ്പിക്കണം, യഹൂദന്മാർക്ക് എന്നോട് പ്രീതി തോന്നും, റോമൻ സാമ്രാജ്യത്തിന്, റോമൻ ചക്രവർത്തിക്ക് എന്നോട് പ്രസാദം തോന്നും, അതുകൊണ്ട് എന്റെ കസാര ഉറപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാ. ഞാൻ പറയുന്നൊന്ന് വളരെ ശ്രദ്ധിക്കണമേ. അങ്ങനെ വിചാരിച്ച് അഭിഷക്തനെ കൊല്ലുവാൻ പ്ലാൻ ചെയ്തിരിക്കുമ്പോൾ ആമേൻ സഭ അടങ്ങിയിരുന്നില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. അവർ ശക്തിയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ മറുപടി ദൈവം തന്റെ ദൂതനെ ആ കാരാഗ്രഹത്തിന് നടുവിലേക്ക് അയച്ചിട്ട് ബന്ധനസ്ഥരായി കിടന്നവരെ അവിടെ നിന്ന് വിടുവിച്ച് ആമേൻ കാരാഗ്രഹത്തിന്റെ വാതിലുകൾ ഒന്നൊന്നായി തുറന്ന്, ഇരുമ്പ് വാതിലും തുറന്ന് പ്രാർത്ഥിച്ചവരുടെ മുന്നിൽ കൊണ്ട് എത്തിച്ചവനാ ദൈവം. ഇനി പത്രോസ് പറഞ്ഞ പദം നമ്മൾ ശ്രദ്ധിച്ചു. ഇപ്പോൾ ഞാൻ ഒരു കാര്യം അറിയുന്നു, ഹെരോദാവിന്റെ വലിയ പ്രതീക്ഷ, യഹൂദന്മാരുടെ പ്രതീക്ഷയിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു, അല്ലെ? അപ്പൊ അവരുടെ എല്ലാം പ്രതീക്ഷ എന്തായിരുന്നു? പത്രോസിന്റെ മരണം, അല്ലെ? പക്ഷേ ദൈവം പ്രവർത്തിച്ചത് എങ്ങനെയാണെന്നറിയാമോ? ആ അധ്യായം അവസാനിക്കുന്നത് 12-ാം അധ്യായത്തിന്റെ അവസാന വാക്യം നിങ്ങളൊന്ന് വായിച്ചു. 23-ാം വാക്യം, വേഴ്സ് 23. യെസ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഇവിടെ വലിയ പ്രതീക്ഷയോടെ ഹെരോദാവ് ഇരുന്ന, അല്ലേ? പത്രോസിനെ കൊന്നിട്ട് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോൾ ഒരു ഭാഗത്ത് സഭ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്ങനത്തെ പ്രാർത്ഥനയാണ്? ഉഴപ്പൻ പ്രാർത്ഥനയല്ല. ആമേൻ. ഫെർവന്റ് പ്രയർ, അല്ലേ? ആമേൻ. തിളച്ചു മറിയുന്ന പ്രാർത്ഥന സഭ നടത്തുകയാണ്. പരിണിത ഫലം ആമേൻ നമ്മളിവിടെ കാണും. അതേ അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുകയാണ്, ദൈവത്തിന്റെ ദൂതൻ പത്രോസിനെ വിടുവിക്കുവാൻ കാരാഗ്രഹത്തിൽ ഇറങ്ങിച്ചെന്നെങ്കിൽ പ്രാർത്ഥനയുടെ മറുപടിയായി വിടുവിക്കപ്പെട്ട പത്രോസ് പ്രാർത്ഥിക്കുന്നവരുടെ അടുക്കൽ എത്തിയെങ്കിൽ പ്രതീക്ഷകളുമായിരുന്ന ഹെരോദാവിനെ ഒരൊറ്റയടി അടിച്ചെന്നാണ് നമ്മൾ വായിക്കുന്നത്. ഒറ്റയടി അടിക്കുമ്പോൾ അവൻ ജീവനോടെ കൃമിക്കിരയായി പ്രാണനെ വിട്ടു. നിങ്ങൾ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എന്തെല്ലാം പ്രതീക്ഷയോടെ ഇരുന്ന മനുഷ്യനല്ലേ? എന്റെ കസേര ഉറപ്പിക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണമെന്ന് എല്ലാ പ്രതീക്ഷയോടെ ഇരുന്നതാ. പക്ഷെ പ്രാർത്ഥിക്കുന്ന വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ഇതിനെ മുഴുവൻ തകിടം മറിച്ചു കളഞ്ഞു. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവരോട് പറയാം, നിന്റെ പ്രാർത്ഥന നിർത്തരുത്. ശത്രു നിന്റെ ഉയർച്ചയ്ക്കും വിടുതലിനുമെതിരെ, നിന്റെ നന്മയ്ക്കെതിരെ, തലമുറയ്ക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ അനേകം വെല്ലുവിളികൾ ഉയർത്തിവിട്ടേക്കാം. പക്ഷേ കർത്താവിന്റെ കുഞ്ഞാ, നിന്റെ പ്രാർത്ഥന നീ നിർത്തരുത്. അവന് ചില പ്രതീക്ഷകളുണ്ട്, ചില കണക്കുകൂട്ടലുകളുണ്ട്. പക്ഷേ പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ പറയട്ടെ, അവന്റെ പ്രതീക്ഷകളെ തകിടം മറിക്കുന്ന, അവന്റെ കണക്കൂട്ടലുകളെ തെറ്റിക്കുന്ന, ഫറവോന്റെ രഥചക്രങ്ങളുടെ ഓട്ടത്തെ അവൻ പ്രയാസപ്പെടുത്തുന്ന ഒരു ദൈവപ്രവൃത്തിയുണ്ട്. സ്തോത്രം. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടെന്ന്? അതുകൊണ്ട് പ്രാർത്ഥന നിർത്തിക്കളയരുത് കേട്ടോ, അലസത കാണിക്കരുത്. ഈ ദിവസങ്ങളിൽ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുമ്പോഴും വെല്ലുവിളികളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോഴും നെവർ ഗീവ് അപ്പ്, വിട്ടുകളയരുത്. പ്രാർത്ഥനയിൽ ഈ ദിവസങ്ങളിൽ ഊറ്റിരിക്കട്ടെ. അത്ഭുതങ്ങളുടെ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്ത പ്രതീക്ഷകൾ, ശത്രുവിന്റെ പ്രതീക്ഷകളെ, പ്ലാനുകളെ തകർത്ത് കളയാനിടയായിത്തീരും. നമുക്കറിയാം, ഇസ്രായേൽ ജനതയെ ഒരുപോലെ മുടിച്ചു കളയുവാൻ പ്ലാൻ ചെയ്ത ഹാമാനെ കുറിച്ച് നമുക്കറിയാം. എസ്തേറിന്റെ പുസ്തകത്തിൽ, അല്ലേ? അവിടെ വലിയൊരു പ്രതിസന്ധി ജനം നേരിടുകയാ. ഒരു ഡിക്ലറേഷൻ വന്നു കഴിഞ്ഞപ്പോൾ, രാജാവിന്റെ ഒരു ഉത്തരവ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു പട്ടണം മുഴുവൻ കരഞ്ഞു കലങ്ങിയ ഒരു ദിവസം ഉണ്ടായിരുന്നു. ഒരു പട്ടണം മുഴുവൻ നിലവിളിച്ച ഒരു ദിവസമുണ്ടായിരുന്നു. അവരുടെ അധരങ്ങളിൽ നിന്ന് കരച്ചിലിന്റെ ശബ്ദം വരികയാണ്. കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുകയാണ്. അലവിളിയും മുറവിളിയും ആ പട്ടണത്തിൽ ഉയരുകയാണ്. കാരണം ബലവാനായ ശത്രു ഒരുക്കിയിരിക്കുന്ന പ്ലാൻ ശക്തിയുള്ളതും അധികാരത്തോട് കൂടി ഇത് മരിക്കുമ്പോൾ ഒരു ജനത്തിന് ചെയ്യാൻ കഴിയുന്നത് പ്രാർത്ഥിക്കുക എന്നതാണ്, ഉപവസിക്കുക എന്നതാണ്. ആ ദൗത്യം ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ
തമ്പുരാൻ അടങ്ങിയിരുന്നില്ല. തമ്പുരാൻ ഇവന്റെ പദ്ധതികളെ പ്ലാനുകളെ തകിടം മറിച്ചെങ്കിൽ ആമേൻ സ്തോത്രം. ഏത് കഴുമരം ആരാധിക്കുന്നവനും ദൈവത്തിനു വേണ്ടി നിൽക്കുന്നവനും ദൈവത്തെ സേവിക്കുന്നവനുമായ മൊർദെഖായിക്കെതിരായി ആമേൻ 50 മുഴം ഉയരമുള്ള കഴുമരം ഉയർത്തിയിട്ട് അതിലവനെ തൂക്കിക്കളയുവാൻ പദ്ധതിയിട്ടെങ്കിൽ പദ്ധതിയിട്ടവനെ തൂക്കുന്നത് ദൈവത്തിന്റെ പദ്ധതി. പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, ആരാധിക്കുന്ന ദൈവപൈതലിനെതിരെ അത് നിന്റെ ജോലി സ്ഥലത്താകട്ടെ, നിന്റെ കുടുംബത്തിനോടാകട്ടെ, ഏത് തരത്തിലുള്ളതായിക്കൊള്ളട്ടെ, ശത്രു വെല്ലുവിളി ഉയർത്തുമ്പോൾ അടങ്ങിയിരിക്കരുത്. ഉപവാസത്തിലും പ്രാർത്ഥനയിലും പോരാടാൻ തയ്യാറാകുക. അത്ഭുതങ്ങളുടെ ദൈവം അവന്റെ പദ്ധതികളെ തകിടം മറിക്കുന്നവനാ. വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ആമേൻ. പത്രോസിന് ഇപ്പോൾ ഒരു കാര്യം ഉറപ്പായി, എന്റെ ദൈവം അടങ്ങിയിരിക്കുന്ന ദൈവമല്ല. ആമേൻ. ശത്രുവിന്റെ പദ്ധതികളെ തകിടം മറിച്ച് കളയുന്നതാണ്. അപ്പോൾ ഒരു പ്രൈം ചർച്ച് ഈസ് എ ബ്ലെസ്ഡ് ചർച്ച് അല്ലേ? പ്രാർത്ഥിക്കുന്ന ഒരു സഭ പിന്നിലുള്ള വലിയ അനുഗ്രഹമാണ്. ഞാൻ പറയട്ടെ, ഞാനൊരു പ്രയാസത്തിൽ കൂടെ, ഒരു രോഗത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ എന്നെ വിളിച്ചില്ലെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരായി ഇതിനകത്ത് ഇരിക്കുന്നവരൊക്കെ, അതിനായിട്ട് സ്തോത്രം. ആമേൻ. നമ്മുടെ പ്രിയപ്പെട്ട പലരും ശരീരത്തിന് സൗഖ്യമില്ലാത്തവരുണ്ട്, അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർ, അതിനായി സ്തോത്രം. ഒരു കാര്യം ഞാൻ പറയട്ടെ, ആമേൻ, ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നത് പോലെയല്ല, എൻ്റെ പിന്നിൽ ഒരു കൂട്ടം ജനം നിന്നുകൊണ്ട് എനിക്ക് വേണ്ടി ദൈവസേന പക്ഷപാതം ചെയ്യുന്നത്. ആമേൻ. അത് ദൈവസേന വിലപ്പെട്ടതാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ തിരുവെഴുത്ത് പറയാണ്, വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ധൂപമായി എത്തുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. സങ്കീർത്തനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ്, കർത്താവേ എന്റെ പ്രാർത്ഥന നിന്റെ സന്നിധിയിൽ ധൂപമായി എത്തട്ടെ. ആമേൻ. ഞാൻ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, സകല വിശുദ്ധന്മാരുടെ പ്രാർത്ഥന വെറും വാക്കുകളുടെ കസർത്തല്ല, അത്യുന്നതന്റെ അടുക്കലെത്തുന്ന ആമേൻ എന്റെ സൃഷ്ടിയുടെ നിലവിളിയാണ്. ദൈവം അതിന് നിൽക്കാതെ മറുപടി തരാതിരിക്കത്തില്ല. ആമേൻ. വലിയവനായ ദൈവം നിശ്ചയമായിട്ട് മറുപടി നൽകി തരും. പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം നിശ്ചയമായിട്ട് വിടുതൽ തരും. പ്രാർത്ഥിക്കുന്ന ഒരു സഭ അനുഗ്രഹിക്കപ്പെട്ട സഭയാ. രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ടാണ് പത്രോസ് ഇങ്ങനെ സുഖമായിട്ട് ഉറങ്ങിയത്? ഒന്നൊരു പ്രാർത്ഥിക്കുന്ന സഭ പുറകിലുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്താണ്? പ്രൈസ് ദി ലോർഡ്. ആക്ട്സ് 5:18 and 19 അഞ്ചിന്റെ അപ്പോസ്തല പ്രവൃത്തി 5:18-19 വാക്യങ്ങൾ. ആക്ട്സ് 5:18 and 19 വായിക്കാം. വായിച്ചു. സദൂക്യരുടെ മതക്കാരായ അവന്റെ പക്ഷക്കാരൊക്കെയും അസൂയ നിറഞ്ഞെഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതുതടവിലാക്കി. രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗൃഹവാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. നിങ്ങൾ ദൈവാലയത്തിൽ ചെന്ന് ഈ ജീവന്റെ വചനം എല്ലാം ജനത്തോട് പ്രസ്താവിപ്പിൻ എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഇത് ആദ്യത്തെ പ്രശ്നമൊന്നുമല്ല. ഇതിനു മുമ്പ് ഇതിനുള്ള പ്രശ്നം അഭിഹരിച്ചിട്ടുണ്ട് അല്ലേ? ഇത് 12-ാം അധ്യായത്തിലെ കാര്യം നമ്മൾ നേരത്തെ വായിച്ചത്. 5-ാം അധ്യായത്തിൽ വായിക്കുകയാണ്, അപ്പോസ്തലന്മാരെ പിടിച്ചുകൊണ്ടുപോയി അവർ പൊതു തടവിലാക്കി. ആമേൻ. അപ്പോസ്തലന്മാരെ പിടിച്ചുകൊണ്ടുപോയി പൊതു തടവിലാക്കി. അവിടെ അപ്പോസ്തലന്മാർ കിടക്കുക. പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടേക്ക് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിച്ചെന്ന് അവരെ വിടുവിച്ചു കൊണ്ടുവന്ന് വെളിയിൽ കൊണ്ടുവന്നു. ഒന്ന് ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. എന്ന് പറഞ്ഞാൽ പ്രീവിയസ് എക്സ്പീരിയൻസ് എല്ലാം ഇന്നത്തെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനുള്ള ചവിട്ടുപടികളാണെന്ന് മറക്കരുത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? കഴിഞ്ഞ നാളുകളിലെ അനുഭവങ്ങൾ ഇന്നുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനുള്ള ഊർജ്ജമാണ് നമുക്ക് കേട്ടോ. ആമേൻ. 5-ാം അധ്യായത്തിൽ വായിക്കുക, ദൂതന്മാര് ഇറങ്ങിച്ചെന്ന് അവരെ ആമേൻ പൊതു തടവിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന് വെളിയിലാക്കി. അത് പത്രോസ് മാത്രമല്ല, അപ്പോസ്തലന്മാരെല്ലാവരും ഉണ്ട്. അവരെ മുഴുവൻ പിടിച്ചാക്കിയിട്ടിരുന്ന അവരെ മുഴുവൻ പേരെ വെളിയിൽ കൊണ്ടുവന്ന ദൈവമാണ് ആമേൻ താൻ സേവിക്കുന്ന ദൈവമെന്ന് ആമേൻ പത്രോസിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ നാളുകളിൽ ഒന്ന് തിരിഞ്ഞു നോക്കണമേ. ഇന്ന് ജീവിതത്തിലെ പല പ്രതിസന്ധികൾ കൂടെ കടന്നു പോകുമ്പോൾ ആമേൻ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് മനസ്സിലാക്കണം, എത്ര പ്രയാസങ്ങളെ നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അല്ലേ? എത്ര പ്രശ്നങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. സർവശക്തൻ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ലേ? സർവശക്തൻ തന്നെ കരനീട്ടി നമ്മളെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചില്ലേ? 40-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ ആമേൻ, നാശകരമായ കുഴിയിലും ആമേൻ കുഴഞ്ഞ ചേറ്റിലും ഫ്രം ദ മാരി ക്ലേ, ആ കുഴഞ്ഞ ചേറ്റിൽ കിടന്നപ്പോൾ കൈ നീട്ടി പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ഉറപ്പുള്ള പാറയിൽ നിർത്തിയ എത്ര അനുഭവങ്ങൾ കഴിഞ്ഞ നാളുകളിൽ നമുക്കുണ്ട്. ആമേൻ. രോഗിയായി കിടന്ന അവസരങ്ങൾ, ഭൗതിക പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ, മാനസികമായി തകർന്ന സാഹചര്യങ്ങൾ, ആത്മീകമായി മുന്നോട്ട് പോകാൻ കഴിയാതെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്ന അവസരങ്ങൾ, ആ സന്ദർഭങ്ങളിലൊക്കെ
ദൈവം കൈനീട്ടി വിടുവിച്ച അനുഭവം ഉള്ളവർക്കായിട്ട് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ നാളുകളിലെ അനുഭവങ്ങൾ ഇന്നത്തെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനുള്ള ചവിട്ടുപടിയാ. ഇന്നലകളിൽ വിടുവിച്ചെങ്കിൽ ഇന്നും എന്റെ ദൈവം വിടുവിക്കും. ഇന്നലകളിൽ വഴി തുറന്നെങ്കിൽ ഇന്നും എന്റെ ദൈവം വഴി തുറക്കും. ഇന്നലകളിൽ ശത്രുവിന്റെ പദ്ധതികളെ തകർത്തെങ്കിൽ ഇന്നും എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇന്നലകളിൽ വലിയവരുടെ കണക്കൂട്ടലുകളെ തെറ്റിച്ചെങ്കിൽ ഇന്നും എന്റെ ദൈവം പ്രവർത്തിക്കും. എനിക്ക് വേണ്ടി വഴികളെ തുറക്കും. എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഞാൻ പ്രാർത്ഥിക്കുന്നത് വെറുതെയല്ല, ഞാൻ ആരാധിക്കുന്നത് വെറുതെയല്ല, ഞാൻ പാടുന്നത് വെറുതെയല്ല, ഞാൻ യേശുവിനെ സ്നേഹിക്കുന്ന വെറുതെയല്ല, തന്റെ ദൂതനെ അയച്ച് എന്നെ വിടുവിക്കും. ആമേൻ. ഹെരോദാവല്ല, ഏത് മിടുക്കനും ആയിക്കൊള്ളട്ടെ എന്ന് നീറോ ചക്രവർത്തി ഹിംസ ലെറ്റ് ഹിം കം. ആമേൻ. നീറോ ചക്രവർത്തി തന്നെ ഇറങ്ങി വരട്ടെ, ഒരു പേടിയുമില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ഇന്നലകളിൽ ദൂതൻ ഇറങ്ങി വിടുവിച്ച ചരിത്രമുണ്ടെന്ന്, ഇന്നലകളിൽ അത്ഭുതം ചെയ്ത ചരിത്രമുണ്ടെന്ന്. അങ്ങനെയെങ്കിൽ ഇന്നലകളിലെ അത്ഭുതങ്ങൾ നമ്മുടെ ആത്മിക ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിന്റെ ചവിട്ടുപടികളാണ് തിരിച്ചറിയുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെ കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ വന്ന് ഓർക്കുന്നില്ലേ? നമ്മൾ ഇരുന്ന് പ്രാർത്ഥിച്ച് ഓർക്കുന്നില്ലേ? ഉപവസിച്ച് ഓർക്കുന്നില്ലേ? നിലവിളിച്ചത് ഓർക്കുന്നില്ലേ? ആമേൻ. രാത്രി ഉറക്കമില്ലാതെ എഴുന്നേറ്റ് കിടന്ന് പ്രാർത്ഥിച്ചവരുണ്ടോ? എനിക്കറിയത്തില്ല. അങ്ങനെയുള്ളവർക്കായിട്ട് സ്തോത്രം. ആമേൻ. അങ്ങനെ നടന്നവരുണ്ട്. സങ്കടം കൊണ്ട് ആമേൻ വാക്കുകൾ വെളിയിൽ വരാതിരുന്ന അവസരങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ സർവശക്തൻ ഇറങ്ങി വന്ന് രക്ഷിച്ച അനുഭവങ്ങളില്ലേ? സർവശക്തൻ തന്നെ കരം നീട്ടി വിടുവിച്ച അനുഭവങ്ങളില്ലേ? ഇന്നലകളിൽ വിടുവിച്ച ദൈവം ഇന്നും വിശ്വസ്തനാണ്. അവൻ നാളെയും വിടുവിപ്പാൻ മതിയായവരാണ്. അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഈസ് സെയിം yesterday, today and forever. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. എന്നോട് ചേർന്ന നല്ല കർത്താവിനെ സന്തോഷത്തോടെ സ്തുതിച്ചാട്ടെ. ശക്തിയോടെ. ഈ ദൈവത്തെ പോലെ ആരുള്ളൂ? ആമേൻ. ഇത്ര നല്ല രക്ഷകൻ വേറെ ലൂഴിയിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ പാടും ഞാൻ. പ്രൈസ് ദി ലോർഡ്. ആ നല്ല കർത്താവിന്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എനിക്കൊരു പാടണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. സമയമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുക. ഇന്നലകളിൽ വിടുവിച്ചെങ്കിൽ ഇന്നും വിടുവിക്കും. നമ്മുടെ